സച്ചിൻ വള്ളിക്കാട് തുടരുന്നുണ്ട്. സച്ചിൻ, ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഏത് രീതിയിലാണ് ഓരോ സംഭവ വികാസങ്ങളെയും UDF രാഷ്ട്രീയ മുതലെടുപ്പിന് സാഹചര്യം സൃഷ്ടിച്ച് അത് ഏത് രീതിയിലാണ് സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ആയുധമാക്കി, പ്രചാരണ ആയുധമാക്കി കൈക്കൊള്ളാനുള്ള നിലപാട് സ്വീകരിക്കുന്നത് എന്നതിൻ്റെ പ്രാഥമികമായ ഒരു തെളിവായി ഈ സംഭവം മാറുകയാണ്. ദാരുണമായ ഒരു സംഭവത്തെ അപലപിക്കുന്നതിന് പകരം അവിടെ ആ കുഞ്ഞിൻ്റെ മൃതദേഹമുണ്ടായ ആശുപത്രിയിലേക്ക് മറ്റാർക്കും പ്രവേശിക്കാൻ പറ്റാത്ത രീതിയിൽ റോഡ് തടഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന അവരുടെ സമരപ്രകടനം എന്ന് പറയുന്നത്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ആ സംഭവം ഉണ്ടായതിൻ്റെ പിന്നിലെ മുഖ്യപ്രതി കോൺഗ്രസ് പ്രവർത്തകനാണ്. ആ മുഖ്യപ്രതിക്ക് നേരത്തെയും ഇത്തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ട്, അതായത് പന്നിയെ വേട്ടയാടി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളുണ്ടായിരുന്നു. ആ കേസിൽ നിന്നൊക്കെ ഊരി പോരാൻ വേണ്ടി ഒത്താശ ചെയ്ത് കൊടുത്തത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, വാർഡ് മെമ്പർ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള വസ്തുതകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ UDFിൻ്റെ പ്രത്യക്ഷമായ ഇരട്ടത്താപ്പ്, നേരത്തെ MV ഗോവിന്ദൻ മാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തും പറയുന്ന നിലയിലേക്ക് UDF എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിനിഷ, തീർച്ചയായും. കാരണം മുൻപ് ഒരു 2 മാസം മുൻപ് കോൺഗ്രസിൻ്റെ പ്രവർത്തകനും സമാനമായ രീതിയിൽ ഷോക്കേറ്റ് മരിച്ചിരുന്നു. ആ സമയത്തൊന്നും നിലമ്പൂരിലെ ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തോ അല്ലെങ്കിൽ UDF പ്രവർത്തകരോ ആ വീടുകളിലേക്ക് സന്ദർശിക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ഒരു പ്രഹസന സമരവും നാടകങ്ങളൊക്കെ കളിച്ചത് കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നാടിനെ നടുക്കിയ ഒരു വിദ്യാർത്ഥി മരിച്ച സംഭവത്തെ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് UDF മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അതൊന്നും ജനങ്ങൾക്ക് എല്ലാ സത്യാവസ്ഥ എന്താണ് എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം ഇന്ന് പകലോടുകൂടെ ആ UDFിൻ്റെ നാടകങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കെണി വെച്ചിട്ടുള്ളത് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകനായിട്ടുള്ള വിനീഷാണ്. അയാളാണ് മുഖ്യപ്രതിയെ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായതിനാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് മിണ്ടാട്ടമില്ലാതായിരിക്കുകയാണ് എന്ന കാര്യമാണ് ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില സംശയങ്ങൾ ഉണ്ട് എന്ന കാര്യവും ഗോവിന്ദ മാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഈ ഭാഗങ്ങളിലൊന്നും കോൺഗ്രസിൻ്റെ പ്രചരണ ബോർഡുകളോ മറ്റോ പോസ്റ്ററുകളോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടെ ഈ മേഖലയിലെല്ലാം പോസ്റ്ററുകൾ വ്യാപകമായി പതിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയിക്കുന്നതായി ഗോവിന്ദ മാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻകാലങ്ങളിലൊന്നും ഈ പഞ്ചായത്തിൽ പന്നികളെ വെടിവെച്ച് കൊല്ലുന്ന, അതായത് കൃഷിനാശം ഉണ്ടാക്കുന്ന പ്രദേശവാസികളൊക്കെ പരാതി പറയുന്നത് വഴിക്കടവ് പഞ്ചായത്ത് അധികൃതരുടെ കെടുകാര്യസ്ഥത കൂടി ഇതിൽ വെളിവാകുന്നുണ്ട്. പന്നികളെ പിടികൂടാൻ, ഇത്തരത്തിൽ വന്യജീവികളെ പിടികൂടാൻ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതി കൂടി ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രദേശവാസികളിൽ നിന്ന് വരുന്നു.